റിനോവേറ്റ് ചെയ്യുമ്പോഴുള്ള സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ വീട് റിനോവേഷൻ സംബന്ധിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്കും കൂടെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിബിൻ തോമസ്, ഗ്രീൻ ആഷ്വൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. ഒരു കെട്ടിടം റിനോവേറ്റ് ചെയ്യുന്നതിന് മുൻപ് നിലവിലുള്ള പഴയ കെട്ടിടം ഒരു റിനോവേഷനെ താങ്ങുമോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് റിനോവേഷൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വീടിൻ്റെ ബലം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഫൗണ്ടേഷൻ. നമ്മളുടെ നിലവിലുള്ള വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വിലയിരുത്തണം. അതായത് ഓരോ സ്ഥലത്തും ഓരോ കാലഘട്ടത്തിലും പല രീതിക്കായിരിക്കും ചെയ്തിരിക്കുന്നത്. ചിലത് കരിങ്കല്ല് കൊണ്ട് ചെയ്തിട്ടുണ്ടാവാം, ചിലത് ചെങ്കല്ല് കൊണ്ട് ചെയ്തിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കോളവും അതുപോലെ തന്നെ പ്ലിന്തിയും ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്പം ഇത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പം കോളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര കമ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി കല്ല് കെട്ടിയതോ അല്ല ചെങ്കല്ല് വെച്ച് കെട്ടിയതാണെന്നുണ്ടെങ്കിൽ അത് സിമെൻ്റ് ഇട്ട് കെട്ടിയതുണ്ടാവാം, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അത് ചെളി കുഴച്ച് കെട്ടിയതുണ്ടാവാം. അപ്പോൾ അതിൽ ഏത് മെത്തേഡാണ് ഇത് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നത്തെ കാലത്ത് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. രണ്ടാമതായിട്ട് ഈ ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്യുന്ന സോയിൽ, അപ്പം ആ സോയിലിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, അതായത് നമ്മൾ പറയുന്നത് ഈ നമ്മുടെ സർഫസിൽ ഗ്രൗണ്ട് ലെവലിൽ കാണുന്ന മണ്ണല്ല, നമ്മൾ കീഴോട്ട് വാനം എടുത്തിട്ട് എത്രത്തോളം ഡെപ്തിൽ നമ്മുടെ ഫൗണ്ടേഷൻ പോയിട്ടുണ്ട്, അപ്പോൾ ആ ഫൗണ്ടേഷൻ ഏത് ബെഡിൽ കൊണ്ടുപോയിട്ടാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ആ ബെഡിൻ്റെ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി, എത്ര വെയിറ്റ് വരെയും ആ ബെഡ് താങ്ങും ഈ ഒരു ഫൗണ്ടേഷൻ എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. പല സ്ഥലങ്ങളിലും പല രീതിക്കായിരിക്കും ഈ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എടുത്തിട്ടുണ്ടാകുക. ചിലയിടത്തൊക്കെ ചുമ്മാ ഒരു 2 അടി വരെ താത്തിട്ട് അതിൻ്റെ താഴെ ഒരു PCC ചെയ്തിട്ടായിരിക്കും കരിങ്കല്ല് കയറി വന്നിട്ടുണ്ടാകുക. ചിലത് ഡെപ്ത് എടുത്ത് പോയി ചെങ്കല്ലിൻ്റെ ഒരു ബെഡോ അല്ലെങ്കിൽ പാറയുടെ ഒക്കെ മേളിൽ വെച്ചിട്ടായിരിക്കും ചെയ്തു പോന്നിരിക്കുക. ചിലത് അതല്ലാതെ ഈ സാൻഡിൻ്റെ റിവർ സാൻഡോ അങ്ങനത്തെ എന്തിൻ്റെയും ഒരു ബെഡിൻ്റെ അവിടം വരെ ഡെപ്ത് പോയിട്ടായിരിക്കും ചെയ്തിട്ടുണ്ട്. അപ്പം എത്രത്തോളം ഡെപ്തിൽ പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. പിന്നെ പറ്റുമാണ് എന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ 4 സൈഡിലും ഒരു തറയോട് ചേർന്നൊരു ചെറിയ കുഴി വല്ലതും എടുത്ത് നോക്കിയാൽ നമുക്ക് ഇത് ഏത് ബെഡിലാണ് പോയി റെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹോൾഡിംഗ് കപ്പാസിറ്റി എന്തേലും ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നോക്കി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭിത്തിയുടെ ക്വാളിറ്റിയാണ്. അതായത് അതിൻ്റെ ഒരു ലോഡ് ബെയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെ അതിന് ഇപ്പോൾ നിലവിലുള്ള ഒരു സ്ട്രെങ്ത്, അതിനെയൊക്കെ നമ്മൾ വിലയിരുത്തണം. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ ഒരു ചെറിയ ഇരുത്തമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഭിത്തിയിൽ ചെറിയ ക്രാക്കുകളോ അല്ലെങ്കിൽ ചെറിയ ഇരുത്തം വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഭിത്തി പണിയാൻ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏത്, ഇപ്പോൾ ചിലത് ചെങ്കലൊക്കെ ഉപയോഗിച്ച് പോലത്തെ സോളിഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്തിരിക്കുക, ചിലപ്പോൾ അത് ഹോളോ ബ്രിക്സ് പോലത്തെ എന്തെങ്കിലും മെറ്റീരിയൽ ആയിരിക്കും. അപ്പം അത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ മേളിലോട്ട് നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാം വെയിറ്റ് ഈ ഭിത്തി എടുക്കുമോ എന്ന് നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പം ആ ഭിത്തിക്ക് എത്രത്തോളം ലോഡ് എടുക്കാൻ കഴിയുമെന്ന് വിലയിരുത്തിയിട്ട് വേണം 2ാം നിലയിലേക്കുള്ള നമ്മളുടെ കൺസ്ട്രക്ഷന് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ട കൺസ്ട്രക്ഷൻ മെത്തേഡ് ഏത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഭിത്തിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടോ, അതായത് ചില ഭിത്തികളൊക്കെ ചിലപ്പോൾ വർഷങ്ങളായിട്ട് മഴയൊക്കെ നനഞ്ഞ് അല്ലെങ്കിൽ എറിച്ചിലൊക്കെ അടിച്ച് ഈ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ അതിൻ്റെ ആ ഒരു എന്താ ഭിത്തി ഇപ്പം ഒരു സോളിഡ് ബ്ലോക്ക് ആണെങ്കിൽ പോലും കുറേ കാലം മഴയൊക്കെ നനഞ്ഞ് എക്സ്പോസ്ഡ് ആയിട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്ക് അതിന് ചെറിയ കൊറോഷനൊക്കെ സംഭവിച്ചിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വളരെ വലിയൊരു മോശം സംഭവിക്കും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബലക്ഷയങ്ങൾ ഈ ഭിത്തിക്ക് നിലവിലുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതുപോലെ തന്നെ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പണ്ട് വീട് പണിയുമ്പോൾ ഈ വീടിന് ചുറ്റുമുള്ള ലിൻഡിലൊക്കെ ഒഴിവാക്കി ഈ ജനലുകളുടെ മേളിലും വാതിലുകളുടെ മേളിലും മാത്രം നീളുന്ന ചെറിയ ലിൻഡിലുകൾ കൊടുത്ത് ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ, ലിൻഡിലുകൾ എല്ലായിടത്തും ഉണ്ടോ, അതുപോലെ തന്നെ ഈ ലിൻഡിലിൻ്റെ അകത്ത് പ്രോപ്പറായിട്ടുള്ള തിക്നെസ്സും കമ്പികളും ഒക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇതിനെയൊക്കെ നമുക്ക് മേ ബി ഈ കെട്ടിടം പണി കഴിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ അയാളോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏറെക്കുറെ നമുക്കൊന്ന് കണക്ക് കൂട്ടാവുന്നതാണ് ഇതിനെയൊക്കെ പറ്റി. അതുപോലെ തന്നെ ഈ ഭിത്തി പണിയാനായിട്ട് നമ്മൾ ഈ കട്ട കെട്ടാനൊക്കെ ഉപയോഗിച്ച ഇതിൻ്റെ ഇടയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന മോട്ടറായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ, ചിലത് സിമെൻറ്റ് വെച്ച് കെട്ടിയതുണ്ടാവാം, ചില പഴയ ബിൽഡിങ്ങുകളൊക്കെ ചെളി കുഴച്ച് കെട്ടിയതുണ്ട്, അതുപോലെ തന്നെ കുമ്മായം ചേർത്ത് കുഴച്ച് കെട്ടിയതുണ്ട്. അപ്പോൾ അത് ഏതാണ് അത് ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ വിലയിരുത്തണം. ഇപ്പോൾ ഈ ചെളി വെച്ച് കെട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ കുമ്മായം വെച്ച് കെട്ടിയത് കൊണ്ടോ മാത്രം അത് ബലക്ഷയം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. കാരണം അതിന് വേണ്ട തിക്നെസ്സും കാര്യങ്ങളൊക്കെ അന്ന് കൊടുത്താണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇന്ന് അതിൻ്റെ മേളിൽ വേണം ചിലപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റും. അപ്പം അത് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം.
എന്നിട്ട് അതിന് കാര്യമായ ബലക്ഷയങ്ങളില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭിത്തിയെ സംബന്ധിച്ച് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നോക്കണം. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെ, അല്ലെങ്കിൽ ആ പ്ലാസ്റ്ററിൻ്റെ നിലവിലുള്ള അവസ്ഥ, എവിടെയെങ്കിലുമൊക്കെ പ്ലാസ്റ്റർ പൊള്ളി പോന്നിട്ടുണ്ടോ, അപ്പോൾ നമ്മളത് ചെറുതായിട്ട് കൊട്ടിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ അതിൻ്റെ നിലവിലുള്ള ക്വാളിറ്റീനെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിലവിലുള്ള വാർക്ക, അതിൻ്റെ ഒരു ബലം. അതായത് ഈ പല വാർക്കകളും പ്രോപ്പറായിട്ട് ആൾക്കാർ മെയിൻ്റനൻസ് കാലാകാലങ്ങളിൽ ചെയ്യാത്തത് കൊണ്ട് ഈ വെള്ളമൊക്കെ ഇറങ്ങി അതിൻ്റെ അകത്ത് ഉള്ള കമ്പി ഓൾറെഡി തുരുമ്പിച്ചു പോവുകയും അതിന് ചെറിയ ബൾജ് ചെയ്തിട്ടൊക്കെ ഉണ്ടാകുന്ന ക്രാക്കുകളൊക്കെ ഈ വാർക്കയിൽ പ്രകടമാകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ സ്ട്രക്ചറലായിട്ടുള്ള ഡാമേജുകൾ നിലവിലുള്ള സ്ലാബിന് ഓൾറെഡി ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ലാബ് ഉണ്ട് എങ്കിൽ അതിനെ പൊട്ടിച്ച് കളഞ്ഞ് പിന്നെയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒന്നാമതായിട്ടുള്ള പരിഹാരം. അല്ലെങ്കിൽ നമ്മളത് ചിലപ്പം ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്ററൊക്കെ ചെയ്ത് അതിനെ പുട്ടിയിട്ടൊക്കെ എടുത്താൽ പോലും ഇതിൻ്റെ അകത്തിരിക്കുന്ന കമ്പി ഓൾറെഡി തുരുമ്പിച്ചതായതുകൊണ്ട് കാലക്രമേണ പിന്നെയും ആ ഡാമേജ് എക്സ്പോസ്ഡ് ആവാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഡാമേജുകൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം കാണണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഇതിനുണ്ടാകുന്ന സ്ട്രക്ചറലായിട്ടുള്ള ഡാമേജുകൾ. അതായത് സ്ട്രക്ചറൽ ഡാമേജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വിള്ളലുകളൊക്കെയാണ്. ഈ 2003 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അന്നൊരു ഭൂമികുലുക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പല വീടുകൾക്കും ക്രാക്കുകളൊക്കെ ഭിത്തികളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഫൗണ്ടേഷൻ ഇരുന്നുകൊണ്ടൊക്കെ ആവാം അങ്ങനെ ക്രാക്കുകളൊക്കെ വീടിന് സംഭവിക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് ഒരു വീടിന് ക്രാക്കുകൾ വീണിട്ടുള്ളത്, ആ ക്രാക്കുകളെയൊക്കെ എക്സാമിൻ ചെയ്തിട്ട് അത് അതിൻ്റെ ബലത്തിനുണ്ടായിരിക്കുന്ന കുറവുകൾ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതുപോലെ തന്നെ എല്ലാ ക്രാക്കുകളും സ്ട്രക്ചറൽ ഡാമേജ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. സ്ട്രക്ചറലായിട്ട് ഉണ്ടാകുന്ന ഡാമേജുകളുണ്ട്, അതുപോലെ തന്നെ നോൺ സ്ട്രക്ചറലായിട്ടുള്ള ഡാമേജുകളുണ്ട്. അതായത് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബീം വന്ന് ഒരു ഭിത്തിയിലോട്ട് കയറുമ്പോഴത്തേക്കും ആ സ്ഥലത്ത് ഈ ഷ്രിങ്കേജ്, ഈ ചൂടുകാലവും തണുപ്പ് കാലവും ഒക്കെ മാറുന്നതനുസരിച്ച് ഈ കോൺക്രീറ്റിന് ചെറിയൊരു ഷ്രിങ്കേജ് വരുന്നതിനനുസരിച്ചിട്ട് ആ കട്ടയും കോൺക്രീറ്റും തമ്മിലുള്ള പോർഷനിൽ ചെറിയൊരു ക്രാക്ക് വരാം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ റൂഫ് സ്ലാബും ഭിത്തിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോർഷനിലൊക്കെ ചെറിയ ക്രാക്കുകൾ സാധാരണ രീതിക്ക് കണ്ടുവരാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു ബിൽഡിങ്ങിന് ഉണ്ടാവുന്നതാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഭിത്തി പണിയാൻ ഉപയോഗിക്കുന്ന കട്ട എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, വാർക്ക എന്ന് പറയുന്നത് വേറൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് തമ്മിലുണ്ടാകുന്ന ഈ വാർക്കയുടെ അകത്ത് കിടക്കുന്ന കമ്പിക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ എക്സ്പാൻഷനും കോൺട്രാക്ഷനും മൂലം ഉണ്ടാകുന്ന ചെറിയ ചെറിയ ക്രാക്കുകൾ ഉണ്ടാകും. പക്ഷെ അതൊന്നും അത്രയ്ക്ക് വലിയ പ്രശ്നമാക്കേണ്ട കാര്യങ്ങളില്ല. അപ്പം ഏത് തരത്തിലുള്ളതാണ് നമ്മളുടെ ക്രാക്ക് എന്നുള്ളത് കൃത്യമായിട്ട് വിലയിരുത്തി അതുകൊണ്ടുണ്ടായിട്ടുള്ള ബലക്ഷയങ്ങളെയും കൃത്യമായിട്ട് പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ഡിസൈനിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഈ പല ആൾക്കാരും പറയാറുണ്ട് ഈ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ആയുസ് എത്രയാണ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യലായിട്ട് പറയുവാണ് എന്നുണ്ടെങ്കിൽ 30 മുതൽ 40 വർഷം, മാക്സിമം ഒരു 50 വർഷം വരെയൊക്കെയാണ് ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ ആയുസ് പറയുക എന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നമ്മൾ ആ ബിൽഡിങ്ങിൽ സമയാസമയങ്ങളിൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് 50 വർഷത്തിനേക്കാളും മേളിലും ഈട് നിൽക്കാം. അതേപോലെ തന്നെ നമ്മൾ അതിന് വേണ്ട വിധമുള്ള പരിഗണന, മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ 15 വർഷം കൊണ്ടും ആ കെട്ടിടം വേണമെങ്കിൽ അതിൻ്റെ ഡാമേജുകൾ പുറത്ത് കാണിക്കുകയും ചെയ്യും. അതായത് മെയിൻ്റനൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഈ മഴ ഒക്കെ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്ത് നനയുക, ലീക്ക് പോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാതിരിക്കുക, ഈ പായലൊക്കെ പിടിക്കുക, ഈ വാർക്കയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ക്രാക്കുകളിലൂടെയൊക്കെ ഈ പായലും അല്ലെ ഈ ചെടികളുടെയൊക്കെ വേരുകളൊക്കെ ഇറങ്ങി അത് പോയി പിന്നീട് അത് ചെറുതായിട്ട് വണ്ണം വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം സ്ഥിരമായിട്ട് തങ്ങി നിൽക്കാനുള്ള ഇടവരത്തുമൊക്കെ ചെയ്തിട്ടൊക്കെയാണ് മിക്ക ബിൽഡിങ്ങുകൾക്കും ഈ ബലക്ഷയം പെട്ടെന്നുണ്ടാകുന്നത്. അപ്പം പ്രോപ്പറായിട്ടൊരു കെട്ടിടം നമ്മൾ മെയിൻ്റനൻസ് ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഒരു 60-70 വർഷം, മേ ബി ഒരു 100 വർഷം വരെയൊക്കെ വേണമെങ്കിൽ അത് വിസ്റ്റാൻഡ് ചെയ്യാം, പ്രോപ്പറായിട്ട് നമ്മളതിനെ നോക്കിയാൽ. അതുപോലെ തന്നെ ഈ റൂഫ്, അതായത് നമ്മുടെ വാർക്കയുടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന, അതായത് വാർക്കയുടെ വെയിറ്റ് ഭിത്തിയിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് ഫൗണ്ടേഷനിൽ എത്തണം. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതൊക്കെ ഭിത്തികളിലൂടെയാണ്, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഏതൊക്കെ ഭിത്തികളിലൂടെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതായത് ഏതൊക്കെ ഭിത്തികൾ നമുക്ക് വേണമെങ്കിൽ പൊളിക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം, ഏതൊക്കെ ഭിത്തികൾ ചെയ്യരുത് എന്നുള്ളതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ബീമുകളൊക്കെ ഉണ്ടാകും നമ്മുടെ വാർക്കയിൽ. അപ്പോൾ ഈ ബീമുകൾ പോയി
ചെന്ന് കയറുന്ന ചില ഭിത്തികളുണ്ടാവും. അപ്പോൾ ആ ഭിത്തികളായിരിക്കും ഈ ബീമിൻ്റെയും കൂടെ ലോഡ് എടുക്കുന്നത് ആ ഭിത്തികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഭിത്തികൾ ഏറ്റവും ക്രിട്ടിക്കലായുള്ള ഭിത്തികൾ. അപ്പോൾ അത്തരം ഭിത്തികളെ ഒന്നും ഒരു പരിക്കും നമ്മൾ ചെലുത്താൻ പാടില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ ക്യാൻലിവറായിട്ട് നിൽക്കുന്ന ഒരു ബീം ഉണ്ടാവും. അപ്പം ആ ക്യാൻലിവറായിട്ട് നിൽക്കുന്ന ബീമിൻ്റെ ഡെഡായിട്ടുള്ള വെയിറ്റ് ഇടുന്ന കൗണ്ടർ നിർത്തിയേക്കുന്ന ബീം കയറി കിടക്കുന്ന ഭിത്തികളുണ്ട്. അപ്പോൾ ആ ഭിത്തിയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭിത്തി. അപ്പോൾ ആ ഭിത്തിക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെയർ ക്യാൻലിവർ തന്നെ അപകടത്തിലായിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള ഭിത്തികൾ ഏത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് യാതൊരു പരിക്കും പറ്റാത്ത രീതിക്ക് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ചില ഭിത്തികൾ നമുക്ക് എടുക്കേണ്ടി വന്നാൽ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതായത് ചിലപ്പോൾ മിക്കവാറുമുള്ള എല്ലാ ഭിത്തിയും തന്നെ ലോഡ് ബെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഭിത്തി നമ്മൾ എടുത്തിട്ട് ഒരു ഓപ്പണിംഗ് ഒക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഐസെക്ഷൻ ബീമോ വല്ലതൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ബീം അത് ഏത് ഭിത്തിയിലാണ് നമ്മൾ അതിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നമുക്കത് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ടോ, അതായത് പ്രോപ്പറായിട്ട് ആ ലോഡ് കൺവേ ചെയ്ത് പോകുന്ന ഭാഗത്തിന് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒരു ഭിത്തി നമുക്ക് റിമൂവ് ചെയ്യാം എന്നൊക്കെ നമ്മൾ വിലയിരുത്താനായിട്ട്. അതുപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ റിനോവേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഈ ചില ഭിത്തികളൊക്കെ അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്ത് പോകുമ്പം സത്യം പറഞ്ഞാൽ ഈ സ്ട്രക്ചറിന് നമ്മൾ പ്രത്യക്ഷത്തിൽ യാതൊരു കംപ്ലൈൻറ്റും കാണില്ല. പക്ഷേ ഇത് റിമൂവ് ചെയ്തു നമ്മൾ വീടിൻ്റെ പണിയൊക്കെ തീർത്ത് കഴിഞ്ഞു ഒരു 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും അന്ന് ചെയ്തതിൻ്റേതായ ചില കുഴപ്പങ്ങൾ പിന്നീട് ഈ വീട്ടിൽ കാണിച്ചു തുടങ്ങുക. അതായത് ചില സ്ഥലങ്ങളിൽ ക്രാക്ക് വരിക, ചില ഭിത്തികളിൽ വലിച്ചിൽ വരിക, അല്ല ചില സ്ലാബൊക്കെ പയ്യെ കീപ്പോട്ട് തുളിയാൻ തുടങ്ങുക. അപ്പോൾ അങ്ങനത്തെ കംപ്ലൈൻറ്റുകളൊക്കെ പിന്നീട് വരാം. അപ്പോൾ നമ്മളിത് പൊളിച്ചു പോകുന്ന സമയത്ത് ചിലപ്പം ഈ വീട് ചിലപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്ത് അവിടെ ഒരു കംപ്ലൈൻറ്റും കാണിക്കാതെ അവിടെ ഇരിക്കും ചിലപ്പം. പക്ഷേ നമ്മളത് പണിയൊക്കെ തീർത്ത് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും പിന്നെ ഈ കംപ്ലൈൻറ്റുകൾ അന്ന് ചെയ്തതിൻ്റെ കംപ്ലൈൻറ്റുകൾ പിന്നീട് കാണിച്ചു തുടങ്ങുക. അപ്പം നമ്മൾ ഒരു ഭിത്തിനെ റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് തന്നെ വേണം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഇന്നത്തെ കാലത്ത് ഒത്തിരി മെത്തേഡുകളുണ്ട്. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഐസെക്ഷൻ ബീമുകൾ കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഈ റീബാറിങ് പോലത്തെ പരിപാടികളുണ്ട്. അതായത് നിലവിലുള്ള വാർക്കയിലോട്ട് ഡ്രില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഒരു ബീമിൻ്റെ അടുത്തോട്ട് ഡ്രില്ല് ചെയ്ത് ഒരു 20 സെൻറ്റിമീറ്റർ ഡ്രില്ല് ചെയ്ത് പുതിയൊരു റോഡ് കയറ്റി റീബാർ ചെയ്ത് അതേ പിന്നെയും കൂട്ടി വാർത്ത് പുതിയൊരു ബീമൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനത്തെ ടെക്നോളജികളൊക്കെ ഇന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ വേണ്ട സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മളൊരു ഭിത്തിനെ റിമൂവ് ചെയ്യാനൊക്കെ. ഈ പഴയ വീടിൻ്റെ എന്തൊക്കെ മെറ്റീരിയലുകൾ നമുക്ക് പുനരുപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ പരിധിയിലധികം കേട് വന്നത് മൂലം നമുക്ക് ഉപേക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കേണ്ടതോ ആയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെ, ഇനി അതല്ലെങ്കിൽ അതിൻ്റെ ചെറിയ കേട് പോകുന്ന പോരായ്കളൊക്കെ തീർത്ത് പിന്നെയും ഉപയോഗിക്കാൻ പാകത്തിനാക്കാവുന്ന സാധനങ്ങൾ ഏതൊക്കെ എന്നൊക്കെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ പ്രൊസീജിയർ, അതായത് നമ്മൾ എന്ത് കാര്യം വേണം ആദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് കാര്യം ചെയ്തതിന് ശേഷം വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭിത്തി നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് അതിന് സപ്പോർട്ടീവായിട്ട് വേറൊരു ഭിത്തി ചിലപ്പോൾ നമുക്ക് കെട്ടിക്കൊടുക്കാനുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഐസെക്ഷനോ വല്ലതും കൊടുത്ത് അതിനെ ടൈറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കണം ചിലപ്പം വേറൊരു ഭിത്തി നമ്മൾ പൊളിക്കേണ്ടത്. അപ്പം ഏത് ഒരു പ്രൊസീജിയറാണ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊരു ഐഡിയ, അതായത് ഈ വീട് തുടക്കം മുതൽ ഒടുക്കം വരെയും ഇതിനെ കൺസ്ട്രക്ഷൻ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് വഴിയിൽ കൂടെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് മുഴുവൻ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ റിനോവേഷന് വേണ്ടിയിട്ടൊരു പ്ലാന് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.